ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂരപ്പാ ശരണം, ഗുരുവായൂരപ്പാ ശരണം. ഹരേ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേകം ഗണനായകം. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരോർബ്രഹ്മ ഗുരോർവിഷ്ണു ഗുരുദേവോർമഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം ഭംഗം ലംഘയതേ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഗുരുവായൂരപ്പാ ശരണം. സുഹൃത്തുക്കളായ സജ്ജനങ്ങളെ, ഇന്ന് നമുക്ക് ഭഗവാന്റെ മഹത്തായിരിക്കുന്ന ഈ ഭാഗവതം എന്ന ഗ്രന്ഥത്തിലെ ദ്വിതീയ സ്കന്ധം കഴിഞ്ഞ ദിവസം നമുക്ക് വിരാട് സ്വരൂപ വർണ്ണനയിലെ കുറച്ച് ഭാഗങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് ഭഗവാനെ വിരാട് സ്വരൂപത്തിൽ, അതായത് സഗുണ സ്വരൂപത്തിൽ എങ്ങനെ ധ്യാനിക്കണം എന്ന് പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ശുഖബ്രഹ്മർഷി അതിനുത്തരമായിട്ട് വിരാട് സ്വരൂപത്തെ വർണ്ണിച്ചുകൊണ്ട് പരീക്ഷത്തിനെ ഉപദേശിക്കുന്ന പ്രബന്ധമാണ്. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തതിൻ്റെ ബാക്കി ഭാഗം കുറച്ച് പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് അതിലേക്ക് പോകാം. ഈ വിരാട് സ്വരൂപ വർണ്ണനം എന്ന് പറയുന്നത്, അതായത് ഋഗ്വേദത്തിൽ പുരുഷ സൂക്തം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ നിത്യവും സാധാരണക്കാരായ ഭക്തന്മാരായിരിക്കുന്നവർ ഭഗവാനെ നിത്യപ്രാർത്ഥനയിൽ ഈ വിരാട് സ്വരൂപം ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ടിൽ പാരായണം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഈ യോഗികളുടെ, അതായത് പരമധ്യാനാവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നത്രയും എല്ലാ സജ്ജനങ്ങളും നിത്യവും ഭഗവാനെ ഈ വിരാട് സ്വരൂപത്തിൽ ഭാഗവതത്തിൽ ഈ ദ്വിതീയ സ്കന്ധത്തിൽ കിളിപ്പാട്ടിൽ ഭഗവത് ഭജനാരംഭം കൊണ്ട് എന്ന് തുടങ്ങുന്ന ഹെഡിങ്ങിൽ വിരാട് സ്വരൂപ ധ്യാനമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വളരെ ഭക്തിയോടുകൂടി പാരായണം ചെയ്താൽ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ വിശ്വരൂപത്തെയാണ് ധ്യാനിക്കുന്നത്. ഈ വിരാട് സ്വരൂപത്തെയാണ് വേദങ്ങളിൽ പുരുഷാവതാരമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതിനെ ഉപനിഷത്തിൽ ഭൂമ എന്ന വാക്കാണ് സൂചിപ്പിച്ചത്. ഇത് ഭഗവാൻ ഗീതയിൽ ഈ സ്വരൂപത്തെ വിശ്വരൂപം എന്ന് സൂചിപ്പിച്ച് ഇങ്ങനെ 3 തലത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാഗവതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാം, ഭാഗവതത്തിൽ ഭഗവാന്റെ അവതാരങ്ങൾ സൂചിപ്പിക്കുമ്പം ഈ പുരുഷാവതാരം, ത്രിഗുണാവതാരം, ലീലാവതാരം, അതുപോലെ തന്നെ കലാവതാരം, ഇങ്ങനെയാണ് സൂചിപ്പിക്കാറുള്ളത്. അപ്പോൾ ഈ പുരുഷാവതാരത്തെയാണ് വിരാട് പുരുഷ സ്വരൂപം എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ത്രിഗുണാവതാരം എടുക്കുന്നത്. അതാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ. പിന്നീട് ലീലാവതാരങ്ങളുണ്ട്. ആ ലീലാവതാരങ്ങൾ, അതായത് ആദ്യത്തെ ലീലാവതാരം എന്ന് പറയുന്നത് വരാഹാവതാരമാണ്. വരാഹകൽപ്പം അവിടെ തുടങ്ങുന്നു. അതിനുശേഷമാണ് ഋഷഭാവതാരം, കപിലാവതാരം, ദത്താത്രേയാവതാരം, സനകാദികൾ,
പിന്നെ ഹംസാവതാരം, നരനാരായണന്മാരുടെ അവതാരം, ധന്വന്തര അവതാരം, ഇങ്ങനെ ലീലാവതാരങ്ങൾ അനേക വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ലീലാവതാരങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നീട് കലാവതാരം. കലാവതാരം എന്ന് പറയുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണാവതാരവും ഭഗവാന്റെ ബലഭദ്രാവതാരവുമാണ് കലാവതാരങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ അവതാര സങ്കല്പങ്ങളെക്കുറിച്ച് ഒക്കെ ദ്വിതീയ സ്കന്ധത്തിൽ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ശുകബ്രഹ്മർഷി. നമുക്ക് ഇന്ന് ആ വിരാട് സ്വരൂപം ഭാഗവത്തിൽ വളരെ ഭക്തിസാന്ദ്രമായിട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് നമുക്കൊന്ന് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. തിങ്ങിന ഭക്ത്യാ നിത്യമുൾക്കാമ്പിലുറപ്പോളം മംഗലാകാരം ധ്യാനിച്ചിടുകില്ലവന് പാപങ്ങളൊക്കെയും തീർന്ന് വന്നു കൂടിയിടും മോക്ഷം. നിർമ്മലം മഹാമനസാമവനപേക്ഷകൾ തന്മനക്കാമ്പിൽ ചേർന്ന് നിന്നതൊക്കെയും വരും. കൽമഷകരൻ മായാമയ പ്രപഞ്ചേക സന്മയെ സ്മൃതിക്കുള്ളതല്ലോ വിചാരിച്ച നിർമ്മലൻ വിരാൽപുമാന്തൻ മഹാസൂക്ഷ്മച്ഛായ നമ്മുടെ ഹൃദയത്തിൽ ഉന്മിഷത്താകും വണ്ണം പൊന്മകുടവും അളകാഭയും ലലാടവും കൺമുനകളും കടാക്ഷാവലോകനങ്ങളും കുണ്ഡലങ്ങളും ഗണ്ഡമണ്ഡലങ്ങളും മുഖപുണ്ടരീകവും മൃദുഹാസവും ലളിതവും കമ്പുകണ്ഠവും കരവൃന്ദമായുധങ്ങളും അംബുജമകൾ മേവും നിർമ്മല മണിമാറും ഹാരഹൗസ്തുവനമാലകൾ ഉദരവും ചാരുനാഭിയും ജഗനോഭയമൂരുക്കളും വീതവാസസുന്ദരതുടയും ജാനുക്കളും പാദയുഗ്മവും വിരൽ നിരകൾ നഖങ്ങളും ദേവടികളും പ്രഭതാപതൊട്ടാകെ ശാന്തം ശോഭിതാഭരണയോഗ്യോദയം മഹാപ്രഭം നിലനീരതനിപം നിർമ്മലം നിരാമയം ബാലഗോപാലം പരമാമൃതമാത്മാനന്ദം കാമതം ധ്യാനിച്ച് ദിവ്യന്മാരാം മഹത്തുക്കൾ സാമോദം മോക്ഷം പ്രാപിച്ചിടുന്നു നിരാകുലം. ഏവമത്യാനന്ദ സംസിക്തമാഹരിരൂപം ഭാവനാകാരം ധ്യാനിക്കാവയവങ്ങൾ ശ്രീമഹാവിഷ്ണുരൂപവേദങ്ങൾ ഓരോന്നോരോന്ന് ആമേഹരം പരലോകസിദ്ധിതം പരം സാലോക്യാദികളെല്ലാം സാധിക്കുവതിനാലും കാലദേശാവസ്ഥകൾക്കൊത്തവാർ അറിഞ്ഞാലും യോഗികൾ അരൂപമാം ആനന്ദം പരബ്രഹ്മം യോഗമംഗലം ധ്യാനിച്ചിടുന്നു നിരന്തരം. മനസേന്ദ്രിയ ദേഹശുദ്ധികളോടും ദിവ്യമാനുഷർക്കൊഴിഞ്ഞതു സാധ്യമായി വരായല്ലോ. ദേശികൻ തന്നോടുപദേശവാക്യത്തെ കേട്ടാൽ ആശയവിശുദ്ധനായ ആനന്ദ സമന്വിതം കാരുണ്യഹൃദയനായി ഈശ്വരാജ്ഞയാവരും കാര്യങ്ങൾ അനുഷ്ഠിച്ച് രാഗാതിദോഷങ്ങളും വേർപെടുത്ത് അനുദിന ഏഷണത്രയങ്ങളും ആവോളം അകലത്ത് വേർപെടുത്താകും വണ്ണം കാണായതെല്ലാം പരബ്രഹ്മധർമ്മല ബീജം പ്രാണികൾ എന്നുള്ളൊരു ബോധ കൗതുകത്തോടും ഗോപനീയാത്യുത്തമ മംഗലദേശം ബുക്ക് താപശീതാദികളും സഹിച്ച് സമബുദ്ധ്യ ദേഹമധ്യസ്ഥം സുഷുമ്നാപരമഹാനാടി ദേഹികൾക്കിടയാതി നാടി വിരാവേഷ്ടിതം ജീവനായി വിളങ്ങും ആത്മാവ് നിർമ്മലം പരം. ജീവന് ജീവൻ പരമാത്മാവെന്നത് നൂനം
യോഗമായത് തയോരൈക്യമെന്നതുകൊണ്ടു യോഗിതാൻ ഉചിതാസനസ്ഥനായി ഋജുകായൻ നാളീകസൂത്രം പോലെ മീ വീടും സുഷുമ്നിയിൽ നാളമധ്യസ്ഥിങ്കലഗ്രാന്തസ്ഥ നിവാസസ്ഥം മൂലാധാരാക്കിയതത്ര ദീപവൾ ജീവാത്മാവ് നാലിതൽ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മനാം തൽസ്വഭം തൽസ്വയം പ്രഭയെങ്കിൽ നിന്നുണർന്നതും ജീവൻ തൽസ്വതാലിംഗത്തോടും വാദിവാദിത്വത്തോടും തമ്മിൽ അന്യോന്യം പ്രാണാപാനന്മാരൊരുമിച്ച് ജന്മമൂലത്തിങ്കൽ ഒന്നിപ്പാൻ അനുഗ്രഹം തന്നെ ആച്ഛാദിച്ച് സംഭ്രമിച്ച് കിടന്നീടം കുണ്ഡലിന്യാഖ്യശക്തി തന്നെ ഉണർത്തിത്താൻ മന്ദമന്ദം മൂലാഗ്നി തന്നോടൊരുമിച്ച് മന്ദമെന്നീ ശക്രശക്രങ്ങൾ ഭേദിച്ചുടൻ തന്നിലകളിൽ ചേർന്ന് നിന്ന ഭൂതാത്മാക്കളെ തന്നോടുകൂടെ കൂടെ ചേർത്തുകൊണ്ട് ആധാരങ്ങൾ കടന്ന് 6 കഴിഞ്ഞാലുടനങ്ങ് തുടർന്ന് 26-ാം നില തന്നിലുണ്ടൊരു പത്മം തെളിഞ്ഞ 1008 തലങ്ങളോടും കൂടി വിളങ്ങും തൽകർണികാഗ്രാന്തസ്ഥ സത്യാനന്ദം പരന്ന വെളിവെങ്കിൽ നിരന്ന് കാണാം പരാപരജ്യോതിഷം പരമാത്മാനമക്ഷദ്വയം മുറിഞ്ഞു നിൽക്കും പ്രണവാസന നാളത്തോടെ തടഞ്ഞിടാതെ വഴി തുടർന്നങ്ങേറിച്ചെന്നാൽ കലർന്നുകൂടും ബ്രഹ്മസതയാ ലയിച്ച് താൻ അലിഞ്ഞൊന്നാകും ഹൃദമുരുകിച്ചേരുമ്പോൾ പറഞ്ഞിടരുതാതെ പരമാനന്ദത്തോടും നിറഞ്ഞു താനായി ചമഞ്ഞിരിക്കുന്നവൻ പിന്നെ വിരഞ്ഞു ജഡം വിട്ടങ്ങ് ഒഴിഞ്ഞു പോകും നേരം തിരഞ്ഞ് മൂർധനീ മധ്യം തുളഞ്ഞു പുറപ്പെടും തികഞ്ഞ കലകളാൽ വിളങ്ങും സുധാകരൻ വിരഞ്ഞു പൊങ്ങും മണ്ണം ഉയർന്ന് അങ്ങനുക്രമാൽ കടന്ന് ലോകങ്ങളും കണ്ട് തുടർന്ന് വളർന്നിനും പരമാനന്ദത്തോടെ സത്യലോകത്തെ പ്രാപിച്ച് ഉത്തമ സഭാതലി സത്തുക്കളെല്ലാവർക്കും മുഖ്യനായതിനും വിദ്യാബ്ദി മധ്യേ കിടന്നത്യന്തം നീന്തി തളർന്ന് അദ്വൈത പാരംഗമിച്ചിടുവാൻ അകതാരിൽ ശ്രദ്ധിച്ച് വസിക്കുന്ന ഭക്തന്മാർക്ക് ആത്മജ്ഞാന തത്വോപദേശം ചെയ്ത് തൽപ്രകാശാത്മാക്കളാൽ നിത്യസംഭൂജ്യമാനായി പരമാനന്ദ സംസിക്തനാജമഞ്ഞ് പത്മോത്ഭൂതകൽപ്പാന്തത്തിൽ സത്വരം ഹൃദയത്തിൽ ബ്രഹ്മനോടൊരുമിച്ച് സൽഗതി ലഭിക്കുന്നു സത്യമെന്നറിഞ്ഞാലും തദ്യോഗഹംസപ്രയോഗത്തിന് വിഷമമുണ്ട്. ഇത്രയും അതിൽ തുലോമിളതായൊന്നുണ്ടല്ലോ ഭക്തിയോഗാഖ്യം പരമാനന്ദരസായനം. വ്യാജമെന്നിയേ പരമാചാര്യപ്രസാദത്താൽ സാധിക്കാത് സർവാത്മാക്കൾക്കും സദാകാലം സാധിക്കാവൊരു മുക്തിസാധനോപദേശം ബോധിപ്പാൻ പ്രയത്നമില്ലേതുമേ ശീലിപ്പാനും ബോധത്തെ തരും സാധിപ്പിച്ചിടം കൈവല്യവും സാധിപ്പാനുള്ളത് അത് നിനക്കെന്നരുൾ ചെയ്ത് ബോധിപ്പിച്ചരുളിനാൻ ദ്വാദശാന്തസ്തും സത്യം. ഇങ്ങനെ ശ്രീശുകൻ പരീക്ഷിച്ചനോടരുൾ ചെയ്തു. ഇവിടെ ഈ വിരാട് സ്വരൂപ ധ്യാനത്തിൽ ശുഖബ്രഹ്മർഷി പരീക്ഷത്തിനോട് ഉപദേശിക്കുകയാണ്. ഗുരുവിൻ്റെ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ഗുരു ഉപദേശിക്കുന്ന നിയമങ്ങളെ വേണ്ട വിധം ആചരിച്ചുകൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ശുദ്ധമാക്കിക്കൊണ്ട് മനസ്സിനെ, അതായത് സത്യ രജോ തമ ഗുണങ്ങളാകുന്ന ത്രിഗുണങ്ങളിൽ നിന്ന് പൂർണ്ണമായി വേർതിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഗുരു ഉപദേശത്താൽ കൃത്യമായൊരു ആസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണായാമ പ്രക്രിയാദികളിലൂടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട്
അതായത് മൂലാധാര മധ്യത്തിൽ നിൽക്കുന്ന നാലിതൾ മധ്യേ ജീവാത്മാവ് ശോഭിക്കുന്നുവെന്നാണ്. അപ്പോൾ ആ ജീവാത്മാവിനെ നിരന്തരമായ ദിവസേന 10 സംഖ്യയെങ്കിലും പ്രാണായാമ പ്രക്രിയയിലൂടെ ആ പ്രാണനെ പ്രാണായാമം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രാണനെ മുകളിലോട്ടും കീഴോട്ടും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അത് പ്രാണനെ കൊണ്ട് ആയാമം ചെയ്യിക്കുക, അതാണ് പ്രാണായാമം. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകമായ തലത്തിലൂടെ പ്രാണനെ ശരീരത്തിൽ, അതായത് നമുക്കറിയാം ജീവൻ സുഷുമ്നാ പരമഹാനാഡിയ നട്ടെല്ലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവ് ഒരു താമര നൂല് പോലെ നമ്മുടെ സഹസ്രാര മധ്യത്തിൽ, ഭ്രുവോർ മധ്യത്തിൽ എത്തി നിൽക്കുകയും അതിന് ഇടതും വലതുമായി ഇട പിംഗല എന്ന 2 നേത്രനാഡികളായി സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് കാണായതെല്ലാം പരബ്രഹ്മ നിർമ്മല ബീജം പ്രാണികൾ എന്നുള്ളൊരു ബോധകൗതുകത്തോടും ഗോപനീയ അത്യുത്തമ മംഗലദേശം ബുക്ക് താപശീതാദികളും സഹിച്ച സമമുദ്യ ദേഹമധ്യസ്ഥം സുഷുമ്ന പരമഹാനാടിന ദേഹികൾക്കിടയാതി നാഡിവിരാവേഷ്ടിതം ജീവനാ വിളങ്ങും ആത്മാവ് നിർമ്മലം പരം ജീവനു ജീവൻ പരമാത്മാവെന്നത് മോനം. അപ്പം അങ്ങനെ ജീവനായിരിക്കുന്ന പരമാത്മാവിനെ, ആ പരമാത്മാവിനെ നിരന്തരമായി സാധന ചെയ്യുക. അപ്പം അതിനെ ഗുരുപദേശം കൊണ്ട് ആത്മജ്ഞാനത്തിലേക്ക് എത്തിയിട്ട് ഭഗവാന്റെ, അത് സകല ചരാചര വസ്തുക്കളും ചലിക്കുന്നതായ എല്ലാ ചരാചര വസ്തുക്കളിലും ജീവൻ ഭഗവാന്റെ ആ ഉൽപ്പത്തിയാണ്, ഉത്ഭവമാണ്, ഭഗവാന്റെ ജീവചൈതന്യമാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് യോഗമായത് തയോരൈക്യമെന്നതുകൊണ്ട് യോഗിതാനുചിതാസനസ്ഥനായി ഋജുകായൻ നാളീകസൂത്രം പോലെ നീ വീടും സുഷുമ്നയിൽ നാളമധ്യത്തിങ്കലഗ്രാന്തസ്ഥ നിവാസസ്ഥം മൂലാധാരാക്കി തത്ര ദീപവൽ ജീവാത്മാവ് നാലിതൾ മധ്യേ ശോഭിച്ചിടുന്നു സർവാത്മനാ. ഇപ്പം നാലിതൾ മധ്യേ ശോഭിക്കുന്ന ആ ജീവൻ, ദീപവൽ ജീവാത്മാവ്, സകലതിനെയും പ്രകാശിപ്പിക്കുന്നതായിരിക്കുന്ന ആ ജീവാത്മാവ് എന്നാണ് സൂചിപ്പിക്കുക. അതിനെ തൽസ്വയം പ്രഭയിങ്കിൽ നിന്നുണർന്നൊരും ജീവൻ തൽസ്വതാലിംഗത്തോടും പാതിപാതിത്വത്തോടും തമ്മിൽ അന്യോന്യം പ്രാണ അപാനന്മാരൊരുമിച്ച് ജന്മമൂലത്തിങ്കലങ്ങ് ഒന്നിപ്പാൻ അനുഗ്രഹാൽ തന്നെ ആച്ഛാദിച്ചു സംഭ്രമിച്ച് കിടന്നിടും കുണ്ടലിന്യാക്ക ശക്തി തന്നെ ഉണർത്തിത്താൻ മന്ദമന്ദം മൂലാഗ്നി തന്നോടൊരുമിച്ച് മന്ദമെന്നിയ ചക്രഷർക്കങ്ങൾ ഭേദിച്ചുടൻ തൻ നിലകളിൽ ചേർന്ന് നിന്ന ഭൂതാത്മാക്കളെ തന്നോടുകൂടെ ചേർത്തുകൊണ്ട് ആധാരങ്ങൾ കടന്ന് 6 കഴിഞ്ഞാൽ ഉടനങ്ങ് തുടർന്ന് ഈരാറാം നില തന്നിലുണ്ടൊരു പത്മം തെളിഞ്ഞ 1008 ദളങ്ങളോടുകൂടി വിളങ്ങും കർണികാഗ്രാന്തസ്ഥ സത്യാനന്ദം. ഈ സത്യാനന്ദത്തെയാണ്, അതായത് ബ്രഹ്മം അല്ലെങ്കിൽ സഹസ്രാര പത്മം എന്ന് പറയുന്നത്, 1008 ദളങ്ങളോടുകൂടി സ്ഥിതി ചെയ്യുന്ന ഈ നമ്മുടെ വിഷ്ടി ശരീരത്തിലെ ഈ ശിരോമധ്യത്തെ സഹസ്രാര പത്മം എന്നാണ് പറയുന്നത്. അതാണ്. അപ്പം അവിടേക്ക് നമ്മുടെ ഈ മൂലാധാരത്തിന് താഴെയിരിക്കുന്ന ജീവാത്മാവെന്ന കുണ്ടലിനി ശക്തിയെ, അതായത് പ്രാണായാമ നിധിധ്യാസന മനന പ്രക്രിയാദികളിലൂടെ ഉണർത്തി, അതായത് ജീവനെ പരമാത്മാവിനോട് യോജിപ്പിക്കുവാൻ അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. തന്നെ ആച്ഛാദിച്ച് സംഭ്രമിച്ച് കിടന്നീടും കുണ്ടലിന്യാക്ക ശക്തി തന്നെ ഉണർത്തി തൻ മന്ദമന്ദം മൂലാഗ്നി തന്നോടൊരുമിച്ച്, അപ്പം ബ്രഹ്മസ്വരൂപത്തിനോടുകൂടി ഒരുമിച്ചിട്ട് അതിനെ ഷഡ്ചക്രങ്ങൾ ഭേദിച്ചുടൻ എന്നാണ്. അപ്പം മൂലാധാരം, സാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. അപ്പം ഇങ്ങനെ 6 ആധാരങ്ങളെ ഭേദിച്ചുകൊണ്ട് മൂലാധാരത്തിന് താഴെ നിൽക്കുന്ന കുണ്ടലിനി എന്ന ജീവാത്മശക്തിയെ ഉണർത്തി പ്രാണായാമ പ്രക്രിയാദികളിലൂടെ ഷഡാധാരങ്ങളെയും ഭേദിച്ച് അതിന് മുകളിൽ 7ാമത്തെ ദീപെന്ന് സൂചിപ്പിക്കുന്ന വ്യഷ്ടി ശരീരത്തിലെ, അതായത് 7ാമത്തെ ഭാവം, അതായത് ബ്രഹ്മസ്വരൂപമാണ്. അപ്പോൾ ആ സ്ഥലത്തെയാണ് സഹസ്രാര പത്മം എന്ന് പറയുന്നത്. അവിടെയാണ് സദാശിവനാകുന്ന പരമാത്മഭാവവും ത്രിപുരസുന്ദരീഭാവത്തിൽ എത്തി നിൽക്കുന്ന കുണ്ടലിനി ശക്തിയെ ത്രിപുരസുന്ദരിയായിരിക്കുന്ന
ദേവിയായി ചിത്രീകരിക്കുന്നതുകൊണ്ടാണ് കൈലാസത്തിൻ്റെ മുകളിൽ 7 ദ്വീപ്, 7ാമത്തെ ദ്വീപിൻ്റെ മുകളിൽ, അത് ഭൂഗുണിതം എന്ന് പറയുന്ന അധ്യായത്തിൽ ഭാഗവതത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ 7 ദ്വീപുകളുടെ ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഇളാവൃതത്തിലെ ജംബുദ്വീപം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ജംബുദ്വീപത്തെയാണ് സഹസ്രാരപത്മം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജംബുദ്വീപത്തെ സഹസ്രാരപത്മം എന്ന് പറഞ്ഞിട്ട് ആ സഹസ്രാരപത്മത്തിൽ ഇരിക്കുന്ന പരമാത്മഭാവത്തെ സദാശിവനെന്നും, അതായത് ജീവന് ഷടാധാരങ്ങൾ ഭേദിച്ച സഹസ്രാരപത്മത്തിലെത്തി പരമാത്മാവിനോട് യോഗം ചെയ്യുമ്പോൾ ആ ജീവശക്തിയെ ത്രിപുരസുന്ദരീ ഭാവത്തിൽ പാർവതിയായിട്ട് നമ്മുടെ പുരാണങ്ങളിലൂടെ അവതരിപ്പിച്ചിരിക്കും. അതാണ് ശിവപാർവതി യോഗമായിട്ട് നമ്മളെ പുരാണങ്ങളിലൂടെ നമ്മളിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്ന ആശയം. അത് യഥാർത്ഥത്തിൽ ഈ ജീവാത്മാ പരമാത്മാ യോഗാവസ്ഥയാണ്. അതിൻ്റെ കൃത്യമായ താത്വികമായ ദർശനമാണ് ഇവിടെ ഈ വിരാട് സ്വരൂപത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പം ആ 1008 ദളങ്ങളോടുകൂടി വിളങ്ങും തൽകർണികാഗ്രാന്തസ്ഥ സത്യാനന്ദം പരന്ന വെളിവെങ്കിൽ നിരന്ന് കാണാം പരാവര ജ്യോതിഷം പരമാത്മാനം അക്ഷദ്വയം. പരന്ന വെളിവെങ്കിൽ, പരന്ന വെളിവെന്ന് പറഞ്ഞാൽ എന്താ? അതായത് സമഷ്ടിയിലെ എല്ലാറ്റിനെയും ഒരു ഒന്നായിട്ട് കാണുന്ന, ഭേദമില്ലാതെ കാണുന്ന ബോധം വരുമ്പോൾ ഈശ്വരനെയും ആ ബോധത്തിലൂടെ ദർശിക്കാം എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ അതായത് പരീക്ഷിത്ത് രാജാവിനെ, അതായത് ഈശ്വരനെ സമ്പൂർണ്ണ സ്വരൂപനായ സഗുണ സ്വരൂപത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചര വസ്തുക്കളും ചലിക്കുന്ന ഓരോ ജീവനെയും ഭഗവത് അംശമായി കണ്ടുകൊണ്ട് ഏതൊരാളാണോ ഭഗവാന്റെ ഈ സ്ഥൂല സ്വരൂപാകാരത്തെ വിരാട് രൂപധ്യാനത്തിൽ എങ്ങനെയാണോ പറഞ്ഞിരിക്കുന്നത്, അതായത് 14 ലോകം തന്നെ പറഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ 14 ശരീരഭാഗത്തെയാണ്. അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, പാതാളം പാദതലമെന്നും പാർഷ്ണികൾ രസാതലം മീതരും ഗുൽഭം മകാതലവും തലാതലം ജംഘകളെന്ന് തന്നെ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. ജാനുക്കൾ സുതലമങ്ങ് അതല വിതലങ്ങൾ, ഭഗവാന്റെ ജാനുക്കൾ സുതലവും അതലവും വിതലങ്ങളാണെന്നും പീനവൃത്തങ്ങൾ ആ ഊരുകാണ്ഡങ്ങൾ 2 മേധിനീ ചക്രം ജഗനോഭയം നവസ്ഥലം ആദിമധ്യാന്തമില്ല യാദവനാഭിസ്ഥലം ദേവലോകം പോൽ ഉരസായത് ഗളമൂലം കേവലം മഹർലോകം. ദേവലോകം ഭഗവാന്റെ ഉരസാണെന്നും ഗളം അതായത് കഴുത്ത് കേവലം മഹർലോകമാണെന്നും ലലാടം തപോലോകമാണെന്നും കേളുടോ ജനലോകം തുണ്ടമായ സത്യമേണ നിർമ്മല ലോകം ഉത്തമാങ്കാന്തം പ്രഭു ബ്രഹ്മലോകമാകുന്ന സത്യലോകം ഭഗവാന്റെ ശിരസ്സാണെന്നും ശക്രാദി ലോകപാലന്മാരെല്ലാം കരങ്ങൾ പോൽ ഇന്ദ്രൻ തുടങ്ങിയ 33 ദേവന്മാർ ഭഗവാന്റെ കൂടി കരങ്ങളാണെന്നും ദിക്കുകൾ കർണങ്ങൾ ഭഗവാന്റെ കർണങ്ങളാണ് ദിക്കുകളായിട്ടുള്ളതും ദസ്രന്മാർ നാസായുഗ്മം അശ്വിനി ദേവന്മാരാണ് നാസായുഗ്മം എന്ന് പറഞ്ഞ് വക്ത്രമായത് അഗ്നി ഭഗവാന്റെ വക്രം അഗ്നിസ്വരൂപമാണ്. നേത്രം ആദിത്യൻ തന്നെ, അപ്പോൾ ആദിത്യൻ എന്ന് പറയുന്നത് നേത്രമാണെന്നും നക്താധിപതി മനസ്സായത്, നക്താധിപതി എന്ന് പറയുന്നത് ചന്ദ്രൻ, നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ചന്ദ്രസ്വരൂപമാണ്. അതുകൊണ്ട് ജ്യോതിഷത്തിലും അത് പറഞ്ഞിട്ടുണ്ട്, മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനാണെന്ന്. ബുദ്ധി വാഗീശൻ, അപ്പോൾ വിവേകം എന്ന് പറയുന്ന ബുദ്ധി വാഗീശനാണ്, മഹാദേവനാണ് ബുദ്ധി. കോപകാരണം അഹങ്കാരം, അപ്പോൾ അഹമെന്ന ഭാവമാണ് കോപത്തിന് കാരണമായിരിക്കും. അത് രുദ്രനാണ്, മഹാരുദ്രൻ്റെ അവസ്ഥയാണ് കോപം എന്നത്. വജസ്സൊക്കെയും ഭഗവാന്റെ വാക്കുകളൊക്കെ വേദങ്ങളാകുന്ന ഛന്ദസ്സുകളാണെന്നും ഭ്രൂഭംഗം കാലക്രമം ഭഗവാന്റെ ആ ഭ്രൂഭംഗം അതായത് കാലങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ, നിജഭക്തികൾ, നക്ഷത്രങ്ങൾ, ഭഗവാന്റെ പല്ലുകളൊക്കെ നക്ഷത്രങ്ങളാണ് ഹാസമായത്. ഭഗവാന്റെ പുഞ്ചിരി ജഗന്മോഹിനിയാകുന്ന മഹാമായയാണെന്നും വാസനാപാങ്കോദ വീക്ഷണം ജഗൽ സർവം, അങ്ങനെയുള്ള ഭഗവാന്റെ ഈ ജഗത് മുഴുവൻ ഭഗവാന്റെ അംഗങ്ങളും ഉപാംഗങ്ങളുമാണെന്നും ഉന്മേഷ നിമേഷങ്ങൾ വാസര നിഷീധിന്യു ഭഗവാൻ അതായത് കണ്ണടച്ച് തുറക്കുന്ന ഉന്മേഷ നിമേഷങ്ങൾ ദിവസങ്ങളും, അതായത് പകലും രാത്രിയും ദിവസങ്ങളും വർഷങ്ങളുമായിട്ട് വരുന്നു. ധർമ്മമായത് പുരസ് ഭഗവാന്റെ മുൻപ് വശം ധർമ്മമെന്നും പിൻവശം അധർമ്മമെന്നും സപ്തസാഗരങ്ങൾ കുക്ഷിയും ബാഹുദേശം സപ്തമാരുതന്മാരും നിശ്വാസക്രമങ്ങൾ പോൽ. അപ്പോൾ സപ്തമാരുതന്മാരായിട്ട് വരുന്നത് ഭഗവാന്റെ
ശ്വാസോച്ഛ്വാസങ്ങളാണെന്നും നദികളൊക്കെ നദങ്ങളാണ്, നാഡികളാകുന്നതെല്ലാം പൃഥ്വീതരങ്ങൾ പോൽ തദ്രോമങ്ങളല്ല, അത് അസ്ഥികളാകുന്നത്. അപ്പോൾ അസ്ഥികളൊക്കെ ഭഗവാന്റെ അസ്ഥികളൊക്കെയാണ് ഭൂമി മുതലുള്ള പർവ്വതങ്ങൾ തുടങ്ങിയ അവസ്ഥകളും വൃക്ഷാദ്യ ഔഷധങ്ങൾ, ചെടികളും വൃക്ഷങ്ങളുമൊക്കെ ഭഗവാന്റെ രോമങ്ങളാണ് ശരീരത്തിലെ. ദക്ഷിണാം മഹാദേവൻ തൻ ഹൃദയവും നൂനം, സാക്ഷാൽ പരമേശ്വരനായിരിക്കുന്ന തൃക്കണ്ണനായിരിക്കുന്ന മഹാദേവൻ ഭഗവാന്റെ ഹൃദയമാണ് എന്നും പറഞ്ഞു. പിന്നീടോ വിഷ്ടിരേതസ് മഹാമേഘനം പ്രജാപതി പുഷ്ടിയാം മഹിമത ജ്ഞാനയോഗൈശ്വരി. വിഷ്ണുവായത് പരമാത്മാവ് പരബ്രഹ്മം, വിഷ്ണുവായത് പരമാത്മാവായിരിക്കുന്ന പരബ്രഹ്മം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാധാരണ ഭക്തരായിട്ടുള്ളവർക്ക് ഈ യോഗികളെ പോലെ പരമാത്മഭാവത്തിലേക്ക് ചേരാൻ നിരന്തരമായ ഈ വിരാട് സ്വരൂപ ധ്യാനം നിരന്തരം ദിവസവും ഭക്തിയോടുകൂടി ഈ വാക്കുകളുടെ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് പാരായണം ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട, വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ ധ്യാനിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഈ വിരാട് സ്വരൂപ ധ്യാനം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നമുക്ക് ഈ ഭാഗവത ക്ലാസ് സമർപ്പിക്കാം. ഓം കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹവീരങ്കരവാവഹി തേജസ്വിനാമതീതവസ്തു മാ വിദ്വിഷാവഹി. ഓം ശാന്തി ശാന്തി ശാന്തി.